എന്തല്ലേ മഴ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള കാര്യം പറയേ വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഒരു മഴ ദിവസത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്, അതും ഒക്കെ കൂടിയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ 6 മണി 6:30 ആയി കേട്ടോ. എന്നും 5 മണിക്കത്തെ റുട്ടീനല്ലേ ഇടുന്നത്, പക്ഷേ മഴ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറിയേ. ഒന്നാമത് മിക്ക ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കറണ്ട് കാണില്ല, പിന്നെ പിള്ളേർക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരു മൂഡ് ഉണ്ടാവില്ലല്ലോ. തുണികളെല്ലാം ഇഷ്ടം പോലെ കഴുകിയിട്ടിരിക്കുക കേട്ടോ, ഒന്നും ഉണങ്ങി കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഇന്ന് വിചാരിച്ചു പുറത്തെ സാഹചര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ലോ, അകത്തെ കാര്യങ്ങൾ എന്തായാലും മുടക്കാനും പറ്റില്ല. അപ്പോൾ രാവിലെ പതിവ് പോലെ കിച്ചണിൽ വന്നിട്ടുണ്ടേ. ആദ്യം ചെയ്യുന്ന കാര്യം വെള്ളം തിളപ്പിക്കാൻ വെക്കുക എന്നുള്ളതാണ്, കുടിക്കാൻ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് മസാല ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണയായിട്ട് ദോശ വേറെയും മസാല വേറെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്യാറ്. കാരണം അപ്പോഴാണല്ലോ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത്. ഇപ്പം പിള്ളേർ വീട്ടിലിരിക്കുന്നതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മഴയും തണുപ്പും ഒക്കെ അല്ലേ, ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കിഴങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് വേണ്ടി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും കിഴങ്ങെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഇനി ഒരു സാമ്പാറും കൂടി ഉണ്ടാക്കണം, പിന്നെ ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വൈകുന്നേരം റൈസ് കുക്കറിലേക്ക് ചോറൊന്നും തിളപ്പിച്ച് വെക്കുന്നില്ല കേട്ടോ, അരിയൊന്നും തിളപ്പിച്ച് വെക്കുന്നില്ല. അപ്പോൾ രാവിലെയാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ, കുത്തരിയാണ് ഇടുന്നത്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് അടച്ച് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും. പിന്നെ ഉച്ച ആവാറാകുമ്പോഴേക്കും ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് വാർത്താൽ മതി. അപ്പോഴേക്കും പൊട്ടറ്റോയുടെ ചൂടൊക്കെ മാറിയിരിക്കുന്നുണ്ട്. അതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് ഉടച്ചെടുക്കാം. പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഓരോരുത്തർ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ, 8 മണിയായി ഇപ്പോഴേ. പിന്നെ വേഗം തന്നെ നമുക്ക് ചമ്മന്തിയും കൂടെ അരയ്ക്കണം കേട്ടോ. അതിനാണെങ്കിൽ തലേദിവസം തേങ്ങ ചിരണ്ടിയപ്പോൾ അടർന്നു പോന്നിരുന്നേ, അതിൻ്റെ ആ കറുത്ത തോലുണ്ടല്ലോ അതൊന്ന് ചിരണ്ടി മാറ്റിയിട്ടാണ് ഒന്ന് കഴുകിയിട്ട് ചമ്മന്തി അരയ്ക്കുന്നത്. ഞാനാണെങ്കിൽ ഈ ആഴ്ച കുറേ പ്ലാനൊക്കെ ചെയ്തതാണ് കേട്ടോ, കുറേ വീഡിയോ ഒക്കെ എടുക്കണം, കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട്. എന്തായാലും ഓണമൊക്കെ വരികയല്ലേ, പക്ഷെ ഒന്നും നടന്നില്ല. പകലൊന്നും ഒന്നും ചെയ്യാനേ തോന്നില്ല കേട്ടോ. ഓരോ ദിവസവും നമ്മൾ വാർത്തകൾ കേട്ടിട്ടാണല്ലോ എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും എല്ലാം. അപ്പോൾ രാത്രി ഒരുപാട് വൈകിട്ടായിരിക്കുമല്ലോ കിടക്കുന്നതൊക്കെ. അപ്പോൾ രാവിലെ എന്തായാലും എഴുന്നേൽക്കാൻ താമസിക്കും. പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നതേ ഇല്ല. പിന്നെ ആലോചിച്ചപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലേ. ഓരോ ദിവസവും ഓരോരോ പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത് പോലെ ഇതും ഒരു പാഠമാണ്. നമ്മളിവിടെ പത്തനംതിട്ടയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും മഴ പെയ്യുമ്പോൾ നല്ല പേടിയാണ് കേട്ടോ. എല്ലാവരും എപ്പോഴും ഫോൺ വിളിച്ച് ഇങ്ങനെ ചോദിക്കും. നമ്മൾ സേഫാണ്, റോഡിൽ നിന്നൊക്കെ കുറച്ച് കയറിയിട്ടാണല്ലോ വീട്, പക്ഷേ റോഡിലെല്ലാം വെള്ളമാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് പോകുന്ന വഴിയിലെല്ലാം വെള്ളമാണ്. അപ്പം നമ്മൾ വളഞ്ഞു ചുറ്റിയിട്ടൊക്കെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് സാമ്പാറാണ് കേട്ടോ അടിച്ചടിച്ച് വിളിക്കുന്നത്. കറണ്ട് പോയിട്ട് പിന്നെയും വന്നതാണ്. ഈ കറണ്ട് പോകുമ്പോൾ നമ്മുടെ ജോലിയൊക്കെ കുറച്ചങ്ങോട്ട് സ്ലോ ആവുകയെ. പിന്നെ വേഗം അതും കൂടെ താളിച്ചെടുക്കാം. മോനാണെങ്കിൽ വിശക്കുന്നു എന്ന് വന്ന് പറയാൻ തുടങ്ങി. പ്രത്യേകിച്ച് അവർക്കിഷ്ടമുള്ള സാധനങ്ങളാണെങ്കിൽ ഓടി ഓടി വന്ന് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. ഞാൻ അവരെ മാറ്റി ഇരുത്തിയിരിക്കുകയാണ് അവിടെ. അപ്പോഴാണ് കേട്ടോ മോൾ എഴുന്നേറ്റ് വരുന്നത്. പിന്നെ ഒന്ന് രാവിലെ എടുത്ത് ഉമ്മയൊക്കെ കൊടുത്തില്ലെങ്കിലും മൂഡ് ശരിയാവത്തേ ഇല്ല. പിന്നെ പല്ല് തേക്കാൻ വേണ്ടി ഓടിച്ചു വിട്ടു കേട്ടോ. പല്ലൊക്കെ തേച്ചിട്ട് വരുമ്പോഴേക്കും ഞാൻ റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ ഓടിപ്പോയിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ ദോശ അങ്ങ് ചുടാം. രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ. എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, ഞാൻ മാറ്റി നിർത്തുന്നതാണ്, എന്നാലും വന്ന് നോക്കി നിൽക്കും. അപ്പോൾ എഴുന്നേൽക്കുന്ന ഉടനെ വാർത്തയൊക്കെ വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവർക്ക് ആർക്കും ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വാട്സപ്പിൽ ഇഷ്ടം പോലെ നോട്ട്സൊക്കെ ഇട്ട് തരുവേ. നോട്ട്സ് എഴുതാനുള്ളതല്ല, ഹോംവർക്കായിട്ട് ചെയ്യാനുള്ളതും മോഡൽ ക്വസ്റ്റ്യനും അങ്ങനെയൊക്കെയാണ്. ഒരാഴ്ചയായില്ലേ ഇപ്പോൾ. ഓരോ ദിവസവും ഇപ്പോൾ ക്ലാസ് തുടങ്ങുമെന്ന് വിചാരിക്കും, പക്ഷേ അന്ന് രാത്രി ആകുമ്പോഴേക്കും മെസ്സേജ് വരും നാളെ അവധിയാണെന്ന്. അങ്ങനെ അപ്പോൾ ടീച്ചേഴ്സിനാണെങ്കിലും ഒരു കൺഫ്യൂഷൻ ആണല്ലോ. അപ്പം പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും കുറേ ക്വസ്റ്റ്യൻ ഇട്ട് തരും. അപ്പോൾ ഇവിടെ ചെറിയ മക്കൾക്ക് 2 പേർക്കും ഇങ്ങനെ എഴുതാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഫോണിൽ തന്നെയാണ് അവരുടെ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ കുറച്ച് അങ്ങനെയും കൂടെ ലാഗാകുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കുള്ളത് ഉണ്ടാക്കിയൊക്കെ കൊടുത്ത് കഴിക്കാൻ തുടങ്ങി, കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് എനിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഹസ്ബൻഡിനും മൂത്ത മോനും കൂടി ഉണ്ടാക്കണം. അത് അവർ കഴിക്കാറാകുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇതിപ്പോൾ എനിക്കുള്ളത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ആ പുറകെ തന്നെ തോരനും കൂടെ നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചു, കാരണം അത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കറികളൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. തൈര്, മോര്, പിന്നെ മുട്ടയുണ്ട്, പപ്പടം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ സാമ്പാറും ഉണ്ടല്ലോ, തോരനും കൂടെ വെച്ചാൽ മതി.
അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഇത്രയൊക്കെ ഉള്ളൂ. രാവിലെ ദോശ ഉണ്ടാക്കി, തോരനുണ്ടാക്കി, സാമ്പാർ, ചമ്മന്തി അതിലൊക്കെ അങ്ങ് നിർത്തി. ബാക്കി ഫ്രിഡ്ജിലിരിക്കുന്ന കുറച്ച് കറികളും കൂടെ എടുത്ത് ചൂടാക്കാനുണ്ട്. അപ്പോൾ തന്നെ ഞാനും കൂടെ കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ടി വി ഒക്കെ കണ്ട് ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ജോലിയിലേക്ക് കിടക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്കൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിനിടയിൽ മോൾ എഴുതാൻ വന്നിരിക്കുകയാണ് കേട്ടോ. എന്നും അക്ഷരം എഴുതിയിട്ട് ഈ വാട്സപ്പിൽ അവർ ക്വസ്റ്റ്യൻ ഇട്ട് തരുന്നത് നമ്മൾ ഫോട്ടോ എടുത്ത് തിരിച്ചിട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ ഞാൻ കൂടെ ഇരുന്നില്ലെങ്കിൽ മോനൊട്ടും ഇരിക്കില്ല, അവനിങ്ങനെ കളിച്ച് നടക്കും കേട്ടോ. മോള് പിന്നെയും എൻ്റെ അടുത്തൊക്കെ ഇരുത്തിയാൽ ഇതുപോലെ ഇരുന്ന് എഴുതും. പിന്നെ ആ പുറകെ തന്നെ കുറച്ച് തുണിയുള്ളതും കൂടി ഇട്ടേക്കാം കേട്ടോ. പുറത്ത് കിടക്കുന്നത് ഇനി അകത്തെടുത്തിട്ടിട്ട് വേണം നമ്മൾ ഈ പുതിയതായിട്ട് കഴുകുന്നത് പുറത്തേക്കിടാൻ. അപ്പോൾ ഹസ്ബൻഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ദോശ ചുടലാണ് രാവിലെ മുതൽ ഇന്നത്തെ പരിപാടി. അത് ചുട്ടു കൊടുക്കുകയാണേ. പിന്നെ ഈ സമയമായപ്പോഴേക്കും തോരനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ദോശ റെഡിയാക്കുന്ന സമയം തന്നെ ബാക്കി പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വെക്കുകയാണ് കേട്ടോ, രാവിലെ എടുത്ത പാത്രങ്ങളെല്ലാം. പിന്നെ റൂമൊക്കെ പോയി ഒന്ന് അടിച്ച് വാരിയൊക്കെ വന്നിട്ട് ഞാൻ വിചാരിച്ചു കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാന്ന്. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് ആണ് കേട്ടോ അത്. ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ് ആകുമ്പോഴേക്കും ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ വരും. അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എടുത്ത് വൃത്തിയാക്കി പിന്നെ കിച്ചൺ ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ വേണമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും മിക്കവാറും തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഈ സ്റ്റാൻഡ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. അതൊന്ന് ക്ലീൻ ചെയ്തിടുകയാണേ. അപ്പോൾ അതിൽ ഞാൻ സ്പോഞ്ച് പോലത്തെ ഒരു ഇതെടുത്തിട്ട് അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പം നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലൈറ്റ് കുറവ്. ഓരോരോ ഭാഗങ്ങൾ കഴുകി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ വാങ്ങിച്ചത് അതുപോലെ തന്നെ കിട്ടും കേട്ടോ. ഉപ്പും നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ അങ്ങനത്തെ 2 സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. നമ്മൾ രാവിലെയൊക്കെ ധൃതി വെച്ച് പണി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് പോയാലും ഇതുപോലെ സ്റ്റാൻഡൊക്കെ എടുത്ത് കഴുകുന്നത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ കഴുകുമ്പോൾ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ഡീപ്പ് ക്ലീനിങ് ആകുമ്പോഴേക്കും നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ആ സമയത്ത് ഇതെല്ലാം എടുത്ത് കഴുകി തുടച്ച് വരുമ്പം കുറേ സമയം പോകുമല്ലോ. അതുപോലെ സ്പൂണുകളൊക്കെ ഇടുന്ന ബോട്ടിലുകൾ, ബാക്കി ചെറിയ കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം നമുക്ക് കഴുകേണ്ടതൊക്കെ കഴുകി വെക്കാം. പിന്നെ ഇപ്പം വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റില്ലല്ലോ, വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം നന്നായിട്ട് തുടച്ചിട്ട് തിരിച്ച് വെക്കാവുന്നതാണ്. അപ്പം ആ 2ാമത്തെ സ്റ്റാൻഡും അതുപോലെ തന്നെ ഞാൻ ആ സ്പോഞ്ചിലേക്ക് ഉപ്പും നാരങ്ങ നീരും കൂടെ ആക്കിയിട്ട് നന്നായിട്ട് തേക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ അതിൽ കറയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഷൈനിങ് ആണ് കേട്ടോ. എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതുപോലുള്ള ടിപ്പുകളൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ സ്പൂണുകളെല്ലാം എടുത്തൊന്ന് മാറ്റി വെക്കുകയാണ്. എപ്പോഴും യൂസ് ചെയ്യുന്ന സ്പൂണുകളൊക്കെ ആയതുകൊണ്ട്, തവിയും ഒക്കെ ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് കഴുകി വെക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ തടിയുടെ സാധനങ്ങളൊക്കെ നമ്മളെല്ലാം ഒന്നും എപ്പോഴും ഉപയോഗിക്കത്തില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് സോഡാപ്പൊടി ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. സോഡാപ്പൊടിയും ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട്. എന്നിട്ട് ഒന്ന് എണ്ണ പുരട്ടി വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടല്ലല്ലോ ഞാൻ വെക്കുന്നത്, അതുകൊണ്ടാണ് അതിൽ എണ്ണ പുരട്ടാതിരുന്നത്. പിന്നെ സ്പൂണുകളും തവിയും ഒക്കെ ഇട്ട് വെക്കുന്ന ചെറിയ ബോക്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വയ്ക്കാം. പിന്നെ ബ്രഷൊക്കെ വേണമെങ്കിൽ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകാം. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇടയ്ക്ക് കഴുകി വെച്ചിരുന്നത് കൊണ്ട് അതിൻ്റെ അകത്ത് അത്ര അഴുക്കൊന്നുമില്ല. പിന്നെ കൈയിട്ട് തന്നെ കഴുകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വെയിലത്തേക്കൊന്നും വെക്കാൻ നിർവാഹമില്ലല്ലോ, അപ്പം പിന്നെ തുടച്ചേ തിരിച്ചെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ക്ലീനിങ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് കൗണ്ടർ ടോപ്പിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കഴുകി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടൈലിൻ്റെ മുകളിലൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി ഞാൻ നാരങ്ങ നീരും സോഡാപ്പൊടിയും നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡും കൂടിയാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് സ്പോഞ്ച് വെച്ചിട്ട് ഉരച്ച് കഴുകുകയാണ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കാറുണ്ട്. വിനാഗിരിയും സോഡാപ്പൊടിയും ലിക്വിഡും കൂടെ ചേർത്തും കഴുകാറുണ്ട്. ടൈലിൻ്റെ മുകളിൽ മാത്രം കേട്ടോ. ആ കൗണ്ടർ ടോപ്പിൽ ഞാൻ കഴുകുന്നില്ല, മാർബിൾ ആയതുകൊണ്ട് അവിടെ ചിലപ്പോൾ കളറൊക്കെ പോവും. അതുകൊണ്ട് ടൈലിൻ്റെ മുകളിൽ കഴുകുന്നതാണ്. ലിക്വിഡും നാരങ്ങ നീരും പിന്നെ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ കഴുകുന്നത്. ഈ നാരങ്ങ ഇടുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ്. പിന്നെ വേറെ ഒന്നും അധികം ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പിന്നെ അതങ്ങനെ ലിക്വിഡാക്കി വെക്കാറുമില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ സാധാരണ ലിക്വിഡ് മാത്രം ഉപയോഗിച്ചിട്ടാണ് കൗണ്ടർ ടോപ്പ് കഴുകാറുള്ളത്. അപ്പോൾ ടൈല് കഴുകാൻ നേരം മാത്രമേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുള്ളൂ.
എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചങ്ങ് കഴുകി വിടുകയാണ് ആ സൈഡ്. നമുക്ക് കുക്കിംഗ് ഒക്കെ ഒരുപാട് ചെയ്യാനുണ്ടെങ്കിലോ അങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും ഇതുപോലെ ഒരുപാട് ക്ലീനിങ് ഒന്നും പറ്റില്ലല്ലോ. അപ്പം കുക്കിംഗ് വളരെ കുറവുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ അത് നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ ചെയ്യാനായിട്ട് ഒരു ദിവസം മാറ്റി വെക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അതാകുമ്പോൾ പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ചെയ്താൽ മതിയല്ലോ. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തുടങ്ങാനും നമുക്കൊരു മടിയായിരിക്കും. ഇതുപോലെ ഒരു ഭാഗം ക്ലീൻ ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പം നമുക്കതിൻ്റെ ബാക്കിയും കൂടെ ചെയ്യാൻ തോന്നും. ഇപ്പം ഇന്നാണെങ്കിലും ഞാനിതങ്ങ് രാവിലെ ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചത് അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പം ഇതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് തോന്നുമല്ലോ. കാരണം പകുതി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ഇപ്പോൾ പിള്ളേർ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇങ്ങനെ കുക്കിങ് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. അവരുടെ കാര്യങ്ങൾ പകുതി നോക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സമയത്ത് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ഇതുപോലൊക്കെ ചെയ്ത് വയ്ക്കാം. പിന്നെ എല്ലാ ദിവസവും എല്ലാവരും തന്നെ മുടങ്ങാതെ ചെയ്യുന്ന ഒരു ഭാഗമായിരിക്കും, ക്ലീൻ ചെയ്യുന്ന ഒരു ഭാഗമായിരിക്കും അല്ലേ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലും അതിൻ്റെ ബാക്കിലുള്ള സ്ഥലത്തുമൊക്കെ. അവിടേക്കൊക്കെ കറിയൊക്കെ എപ്പോഴും തെറിച്ച് വീഴുന്നതല്ലേ. അത് അപ്പോഴപ്പോഴങ്ങ് തുടക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇതേ സൊല്യൂഷൻ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിടാം. ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലും ഇത് തന്നെ വെച്ചിട്ട് കഴുകാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് എല്ലാം ഒന്ന് എടുത്ത് കഴുകി വെക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ബർണറും അതിൻ്റെ സൈഡിലുള്ള കമ്പിയും അങ്ങനെ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ട് ഗ്യാസ് സ്റ്റൗവും നല്ല വൃത്തിക്ക് കഴുകി വെക്കാം. അതാകുമ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് എന്തായാലും നല്ല വൃത്തിയായിട്ടിരിക്കുവേ. പിന്നെയും ഒരുപാട് കുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് തന്നെ അറിയാമല്ലോ എപ്പോഴാണത് നല്ല എണ്ണയൊക്കെ തെറിച്ചിരിക്കുന്നതെന്നൊക്കെ. ആ സമയത്ത് ഒന്നും കൂടെ അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, അല്ലെങ്കിൽ നല്ല തിളക്കമായിരിക്കും. പിന്നെ ഈ സൈഡിലേക്ക് അധികം വെള്ളം ഒഴിച്ചിട്ടൊന്നും കഴുകുന്നില്ല കേട്ടോ. ഇപ്പോൾ തന്നെ പിള്ളേർ വന്ന് വഴക്കുണ്ടാക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അവരിങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നതുകൊണ്ട് തന്നെ വേഗം ചെയ്തിടുകയും വേണം. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചാണ് എടുക്കുന്നത്. ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലും ആ ഭാഗത്തെല്ലാം നന്നായിട്ട് തുണി തുടച്ചിട്ട് വീണ്ടും കഴുകിയിട്ട് വീണ്ടും ആ തുണി കൊണ്ട് തുടച്ചിട്ട് മാക്സിമം സോപ്പിൻ്റെ അംശമെല്ലാം പോകുന്നത് വരെ തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ പാർട്സ് എല്ലാം ഊരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ബർണറൊക്കെ, അതെല്ലാം ആ സൊല്യൂഷൻ വെച്ചിട്ട് ഒന്ന് കഴുകുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചിട്ട് തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഗ്യാസ് സ്റ്റൗവും അതിൻ്റെ മുകളിലെല്ലാം ആദ്യം നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചിട്ട് പിന്നെ ഒരു ഉണങ്ങിയ തുണിയും കൂടെ കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കുവേ. പിന്നെ മാർബിൾ ഇട്ടിരിക്കുന്ന ഭാഗം എല്ലാം ആണ് കേട്ടോ കഴുകുന്നത്. ജനലിൻ്റെ സൈഡും കൗണ്ടർ ടോപ്പും എല്ലാം അത് പാത്രം കഴുകുന്ന ആ ലിക്വിഡ് മാത്രം ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത്. മറ്റേ നാരങ്ങ നീരോ വിനാഗിരിയോ സോഡാപ്പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ലിക്വിഡ് മാത്രം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിടാം. ഞാനിവിടെ ക്ലീനിങ്ങിൻ്റെ സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് അവിടെ വഴക്കിൻ്റെ സ്പീഡ് നന്നായിട്ട് കൂടുന്നുണ്ട് കേട്ടോ. ചേട്ടനും അനിയത്തിയും കൂടെ ഒരു കാറിൻ്റെ പേരിൽ നല്ല വഴക്കായിരുന്നേ. അപ്പോൾ അതിൻ്റെ പരാതിയാണ് മോൻ എന്നോട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആ സൈഡിലുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം അല്ല, കുറച്ചൊക്കെ. പിന്നെ ആ സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണിപ്പോൾ ലാസ്റ്റ് പാർട്ടായിട്ട് സിങ്കും അതിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അവിടെയും ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകുന്നുണ്ട്. പിന്നെ സിങ്ക് കഴുകുമ്പോൾ എന്തായാലും സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കഴുകുന്നത്. ഇതിപ്പോൾ പല രീതിയിൽ കഴുകുന്നതുകൊണ്ടാണ് കേട്ടോ പല സെക്ഷനായിട്ട് അങ്ങ് കഴുകുന്നത്. അപ്പോൾ ഓരോ സൈഡ് കഴുകിയിട്ട് അവിടെ തുടച്ചിടുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനെപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഓരോ സൈഡ് ക്ലീൻ ചെയ്യും, അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ അടുത്ത സൈഡിലേക്ക് പോവുള്ളൂ. കാരണം ഇടയ്ക്ക് എന്തെങ്കിലും നമുക്കൊന്ന് വയ്യാതിരിക്കുമോ അല്ലെങ്കിൽ മടുപ്പ് തോന്നുമോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ഒരു ഭാഗം കംപ്ലീറ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് സമയം ഒന്ന് ഇരുന്നിട്ട് വേണമെങ്കിൽ ബാക്കി ചെയ്യാമല്ലോ. അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ സോപ്പിടുന്ന സാധനങ്ങളും പിന്നെ തുണിയും അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം
ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓരോ ദിവസവും ഓരോ അനുഗ്രഹമാണല്ലേ. അപ്പം എവിടെയാണെങ്കിലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാവേ. എല്ലാവർക്കും താങ്ക്